ശ്രീ ബിജു കക്കയം അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ സജീവമായി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ശ്രീ ബിജു കക്കയം, അവിടെ ഈ പ്രതികൂല കാലാവസ്ഥയുണ്ട്, വസ്തുതയാണ്. നമ്മളിവിടെ വൈകാരികമായി ഈ കാര്യങ്ങളെ കാണുന്നതാണോ പ്രശ്നം? കാര്യങ്ങളെല്ലാം അവിടെ ഇൻടാക്റ്റ് ആണോ? എല്ലാം എന്താണോ നടക്കേണ്ടത് അതേമാതിരി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നോ ഈ ദിവസങ്ങളിലൊക്കെ? നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഈ 3 ദിവസങ്ങളായി നമ്മളിവിടെ ഉണ്ട്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില സംശയങ്ങളുണ്ട്. എന്നാൽ 2 ദിവസമായി കുറച്ചൊക്കെ കാര്യങ്ങൾ അതിൻ്റേതായ റൂട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളേതൊരു ഇത്തരം ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന, അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ സംവിധാനങ്ങളാണോ ഉള്ളത് ആ സംവിധാനത്തോടൊപ്പം ഒരുപോലെ സഞ്ചരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവിടെ നമുക്കൊക്കെ ഒന്ന് അവിടുത്തെ സ്ഥലപരിമിതികളാണ് ഒന്ന്, പിന്നെ അതിനൊരു സോയിലിംഗ് നടന്നിട്ടുള്ള ഒരു ഡിസാസ്റ്റർ നടന്നിട്ടുള്ള ഒരു സ്ഥലമെന്ന രീതിയിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ആദ്യം അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ 2-3 ദിവസങ്ങളായിട്ടാണ് അങ്ങനെയൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് അവർ പോയത്. ഇത് ആദ്യം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു 3-4 ദിവസം കൊണ്ട് നമ്മളെന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു ഇതിലേക്ക് പോകാമായിരുന്നു. ഇത് പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു അസാധാരണമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും ഉരുൾ പൊട്ടിയ സ്ഥലങ്ങളിൽ, ഇപ്പം പുത്തുമലയിലാണെങ്കിലും അതുപോലെ കവളപ്പാറയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഒരു ഫ്ലാഷിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ ഒരു ബോംബ് പൊട്ടിയതുപോലെ ഉള്ള ഒരു സംഭവമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇത് പിന്നെ ഒരു ഡാം പോലെ അവിടെ രൂപാന്തരപ്പെടുകയും ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ടാവാം. അതിൽ വെള്ളം മുകളിൽ നിന്ന് ഉറവയായി വെള്ളം വന്ന് കെട്ടി നിൽക്കുകയും അത് പതുക്കെ നനഞ്ഞ് കുതിർന്നിറങ്ങിയിട്ട് മൊത്തത്തിൽ ഒരു ഫ്ലാഷിംഗ് ആണ് നടന്നിട്ടുള്ളത് അവിടെ നമുക്ക് കാണുന്നത്. കാരണം നമ്മൾ ഈ റോഡിന് നല്ല വീതിയുള്ള റോഡാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസർവോയർ ഉണ്ട്, പുഴയുടെ റിസർവോയർ ഉണ്ട്, അത് നല്ല ഹൈറ്റിലാണ്. അതിന് കഴിഞ്ഞിട്ട് ഒരു 500 മീറ്ററിനേക്കാൾ കൂടുതലുണ്ടാകും പുഴയുടെ വീതി. അത് കഴിഞ്ഞിട്ടാണ് ഒരു 6ഓളം വീടുകളുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള വീടുകൾ തുടച്ച് അവിടെ ഒരു തറകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പം തീർച്ചയായും നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കണം. അത് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് ഇതിനെ മാറ്റി അതിനനുസരിച്ച് ഇതിനെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾക്ക് പറയാനും അതൊരു കോർഡിനേഷൻ. അവിടെ ഇപ്പം സേന വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഫയർഫോഴ്സ് വന്നതുകൊണ്ടോ ഇതൊന്നും നടക്കില്ല. കാരണം എല്ലാ വിഭാഗം ആളുകളും അവിടുത്തെ മിഷനറിയും അതുപോലെ തന്നെ സർക്കാർ എല്ലാവരും ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ ഏതൊരു മിഷനാണെങ്കിലും അത് എന്ത് കാര്യങ്ങളാണെങ്കിലും അത് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നടക്കാം. പല സമയങ്ങളിൽ നമുക്ക് പറ്റിയിട്ടുള്ള അല്ലെ കണ്ടിട്ടുള്ളത് വലിയ പ്രയാസങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നൊക്കെ ആളുകൾ ഇങ്ങനെ വാർത്തകൾ വന്നു തുടങ്ങിയതിന് ശേഷം അവിടെ എല്ലാവരും മോശമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. നല്ല ആളുകളാണ്. അപ്പോൾ അവരെല്ലാം നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടുതരുന്നുണ്ട്. ഇന്നൊക്കെ ഒരുപാട് ആളുകൾ ഭക്ഷണമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം നമുക്ക് തീരെ ഒരു വെള്ളം പോലും കിട്ടുന്ന ഒരവസ്ഥയായിരുന്നില്ല. ഇതൊന്നും കുറ്റപ്പെടുത്തുകയല്ല, അവിടുത്തെ സംവിധാനങ്ങൾ അങ്ങനെയാണ്. അവിടെ എപ്പോഴും ഇതേപോലെ തന്നെ അപ്പുറത്തൊക്കെ ഇങ്ങനെ പൊട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് ആ റോഡ് തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ കുറേ അശാസ്ത്രീയത അതിലുള്ളത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത് കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും.